പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൻ്റെ പവിത്രതയും അതിൻ്റെ ശ്രേഷ്ഠതയും പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ചരിത്രപരമായ പ്രാധാന്യം ഈ മാസത്തിൽ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ഇസ്ലാമിൻ്റെ മുഖ്യമായ ഇബാദത്തുകൾ ഹജ്ജും നോമ്പും നമസ്കാരങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന അതിമഹത്തായ ഒരു ദിനരാത്രങ്ങളാണ് ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളെന്ന് നാം പറഞ്ഞു. രണ്ടാമതായി ഈ ഒരു ദുൽഹജ്ജ് മാസത്തിൻ്റെ പവിത്രത എന്ന് പറയുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഭാര്യ ഹജറ ബീബി റളിയല്ലാഹു തആല അൻഹയുടെയും ചരിത്ര സംഭവങ്ങൾ, അവരുടെ ജീവിത ത്യാഗങ്ങൾ അയവറക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ സ്മരണകൾ ഉയർത്തിപ്പിടിക്കുകയും അവരുടെ ജീവിത ചരിത്രങ്ങളെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യമാക്കപ്പെട്ട, അവരെ ഓർക്കുന്ന, അവരെ സ്മരിക്കുന്ന ആത്മസമർപ്പണത്തിൻ്റെ ഒരു ദിവസങ്ങൾ കൂടിയാണ് ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദുൽഹജ്ജ് മാസത്തിൽ ഒരുപാട് അമലുകൾ ചെയ്യാൻ മഹാനതന്മാരായ ആളുകൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു അമലാണ് നോമ്പ് എന്ന് പറയുന്നത്. ദുൽഹജ്ജിൻ്റെ 1 മുതൽ 9 വരെ നോമ്പ് അനുഷ്ഠിക്കുക എന്നത് മദ്ഹബിൻ്റെ വീക്ഷണപ്രകാരം ശക്തിമത്തായ സുന്നത്താണ്. നമ്മളിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി പിടിക്കാൻ സാധിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഓഫറുകളെ മുതലാക്കാൻ സാധിച്ചു. ഇല്ലാത്തവർ ആ ഒരു ഓഫറിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനി ഉള്ള ദിനരാത്രങ്ങൾ കഴിയുന്നവർ, ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവർ, ആരോഗ്യമുള്ളവർ, കഴിയുന്നവർ അല്ലാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വ്രതാനുഷ്ഠാനങ്ങളും അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഖലീലുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വവാഅദ്നാ മൂസാ 30 ലൈലതൻ വഅത്മംനാ ബിഅശ്രിൻ ഫതമ്മ മീഖാതു റബ്ബി 40 ലൈല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, വവാഅദ്നാ മൂസാ 30 ലൈലതൻ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായമായ ബനൂ ഇസ്രായേലുകളോട്, തന്റെ സമുദായത്തോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു, അവരോടൊരു കരാറിൽ ഏർപ്പെട്ടു. എന്താണ് ആ കരാറ്? നിങ്ങളെ ദ്രോഹിക്കുന്ന, നിങ്ങളെ ഉപദ്രവിക്കുന്ന, നിങ്ങളുടെ വിശ്വാസത്തിനോട് എതിർത്തു നിൽക്കുന്ന, അല്ലാഹുവിനെ ആരാധന ചെയ്യാൻ സമ്മതിക്കാത്ത സ്വേച്ഛാധിപതിയായ ഫിർഔൻ, ആ ഫിർഔനിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളെ രക്ഷിക്കും. അങ്ങനെ ആ ഫിർഔനിന്റെ ഉപദ്രവത്തിൽ നിന്നും നിങ്ങളെ അല്ലാഹു സംരക്ഷിച്ചാൽ, അല്ലാഹു നിങ്ങളെ രക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് പ്രവർത്തിക്കണം, നിങ്ങൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിന് വഴിപ്പെടേണ്ടത്, ഏതൊക്കെ കാര്യത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വർജിക്കണമെന്ന് നിങ്ങൾക്കുള്ള ഒരു നിയമസംഹിത അടങ്ങിയിട്ടുള്ള ഒരു ദൈവീക ഗ്രന്ഥം നിങ്ങൾക്ക് ഞാൻ അല്ലാഹുവിന്റെ പക്കൽ നിന്നും നേടിത്തരുമെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് പറയുകയുണ്ടായി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെ ചെങ്കടലിൽ മുക്കിക്കൊന്നു. അങ്ങനെ ഫിർഔനിന്റെ നാശത്തിന് ശേഷം മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, എന്റെ സമുദായത്തോട് ഞാൻ പറഞ്ഞ വാക്കെനിക്ക് പാലിക്കണം, അതുകൊണ്ട് നീ നിന്റെ ഭാഗത്തു നിന്നൊരു ദൈവീക ഗ്രന്ഥം എനിക്ക് ഇറക്കി തരണമെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തതിന്റെ പേരിൽ തൗറാത്ത് എന്ന കിതാബിനെ മൂസാ നബിക്ക് നൽകാൻ തീരുമാനിച്ചു. ആ തൗറാത്ത് എന്ന കിതാബ് സ്വീകരിക്കുന്നതിനു വേണ്ടി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു 30 ദിവസം നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചു. അതാണ് വഅദ്നാ മൂസാ 30 ലൈലതൻ
30 രാത്രി നോമ്പനുഷ്ഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് കൽപ്പിച്ചു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 30 രാത്രികൾ പകലിലാണ് നോമ്പ് പിടിക്കേണ്ടത്. ഇവിടെ ഖുർആൻ ലൈല് എന്നെടുത്തു പറയാനുള്ള കാരണം പണ്ടുള്ള സമുദായത്തിന് രാത്രി എന്നില്ല പകലെന്നില്ലാതെ വ്യത്യാസമില്ലാതെ എല്ലാ പകലും എല്ലാ രാത്രിയും അവർ നോമ്പായിരുന്നു. അവർക്കൊരു ഇഫ്താർ എന്ന് പറയുന്ന രാത്രിയാകുമ്പോൾ നോമ്പ് മുറിക്കുക എന്നൊരു പ്രക്രിയ മുമ്പുള്ള സമുദായത്തിനില്ലായിരുന്നു. നമ്മുടെ പ്രവാചകന്റെ സമുദായത്തിനാണ് മഗ്‌രിബിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ നോമ്പ് മുറിക്കുക എന്നൊരു പ്രക്രിയ അല്ലാഹു നൽകിയിട്ടുള്ളത്. മുമ്പുള്ള ഓരോ പ്രവാചകന്മാരും നോമ്പ് പിടിക്കും. പക്ഷേ അവരുടെ നോമ്പ് എന്ന് പറയുന്നത് പകലും രാത്രിയും ചേർന്നതായിട്ടുള്ള നോമ്പായിരുന്നു. അങ്ങനെ 30 ദിവസം അടുപ്പിച്ചുകൊണ്ട് 30 ദിവസം മുറിയാതെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പ് പിടിക്കുകയാണ്. ഏത് മാസത്തിലാണ് 30 ദിവസം നോമ്പ് പിടിച്ചത്? പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിലാണ്. അങ്ങനെ 30 ദിവസം നോമ്പ് പിടിച്ചുകൊണ്ട് തൗറാത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. അങ്ങനെ വായുടെ ദുർഗന്ധം മാറുന്നതിന് വേണ്ടി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പല്ല് തേക്കുകയും അങ്ങനെ വായുടെ ദുർഗന്ധം മാറുകയും ചെയ്തു. അങ്ങനെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു കൽപ്പിച്ചു, അല്ലയോ മൂസ, ഞാൻ നിന്നോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചു, നിനക്ക് കിതാബ് തരാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഇനി നീ ഒരു 10 ദിവസവും കൂടി നോമ്പനുഷ്ഠിക്കണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, നീ 30 ദിവസം നോമ്പനുഷ്ഠിക്കാനാണല്ലോ എന്നോട് കൽപ്പിച്ചത്, പിന്നെന്തിനാണ് 10 ദിവസവും കൂടി അധികം പിടിക്കാൻ നീ എന്നോട് കൽപ്പിച്ചത്? ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബിയോട് പറഞ്ഞു, നിന്നോട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് നീ 30 ദിവസം നോമ്പ് പിടിച്ചപ്പോൾ നിന്റെ വായിലുണ്ടായിരുന്ന ദുർഗന്ധമുണ്ടല്ലോ, ആ ദുർഗന്ധം എന്ന് പറയുന്നത് എന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ വാസനയുള്ള മണമുള്ളതാണ്. പക്ഷേ നീ ആ ഒരു ദുർഗന്ധത്തെ ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ നീ പല്ല് തേച്ചുകൊണ്ട് ആ ദുർഗന്ധത്തെ നീ മാറ്റിക്കളഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം മുറിഞ്ഞുപോയി. അതുകൊണ്ട് 10 ദിവസവും കൂടി നീ നോമ്പ് പിടിക്കാൻ അല്ലാഹു കൽപ്പിച്ചു. ആ 10 ദിവസമാണ് പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങൾ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പനുഷ്ഠിക്കാൻ അല്ലാഹു കൽപ്പിച്ച ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ ദിനരാത്രങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആ ഒരു 10 ദിനരാത്രങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്നത് വലിയ മഹത്വമായ അമലാക്കി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഒരുപാട് മഹത്വമുള്ള ഒരുപാട് ശ്രേഷ്ഠതകൾ അല്ലാഹു വാഗ്ദാനം ചെയ്തതാണ് ഈ ദുൽഹജ്ജിന്റെ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നത്. പ്രത്യേകിച്ച് അറഫാ ദിവസം നമ്മിലേക്ക് സമാഗതമാവാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ബുധനാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ അറഫ നോമ്പായി പ്രഖ്യാപിക്കപ്പെട്ടത്. ആ ഒരു ദിവസത്തെ നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വവും ശ്രേഷ്ഠതയും അല്ലാഹു കൽപ്പിച്ചു. മറ്റുള്ള നോമ്പുകൾക്ക്, മറ്റുള്ള സുന്നത്ത് നോമ്പുകൾക്ക് അല്ലാഹു നൽകാത്ത വലിയ പ്രതിഫലമാണ് അറഫാ ദിവസത്തിന്റെ നോമ്പ് അല്ലാഹു ഓരോ ജനങ്ങൾക്കും വാഗ്ദാനം ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ തുകഫിറ സനതല്ലദീ ഖബലഹു വ ബഅദഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക ജനങ്ങളോട് പഠിക്കുന്നു, ആരെങ്കിലും പരിശുദ്ധമായ അറഫാ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ, ആരെങ്കിലും പരിശുദ്ധമായ അറഫാ ദിവസം അല്ലാഹുവിന് വേണ്ടി അന്നപാനീയങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ അറഫാ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ തുകഫിറു സനതല്ലദീ ഖബലഹു വസനതല്ലദീ ബഅദഹു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, അവന്റെ മുമ്പുള്ള ഒരു വർഷത്തെ പാപവും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും അല്ലാഹു പുറത്തു കൊടുത്തു. എല്ലാ നോമ്പുകൾക്കും അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നത് ഒരു വർഷത്തെ പാപം പൊറുക്കലാണ് എങ്കിൽ അറഫാ ദിവസത്തെ നോമ്പിന് അല്ലാഹു വാഗ്ദാനം ചെയ്തത് 2 വർഷത്തെ പാപം അഥവാ 700 ദിവസത്തെ പാപം അല്ലാഹു പൊറുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. മഹാനതന്മാരായ ആളുകൾ പറയുന്നത് വരാനുള്ള വർഷത്തിന്റെ പാപവും അല്ലാഹു പുറത്തു കൊടുക്കും എന്നതിന്റെ യുക്തി, അവനിക്ക് ഒരു വർഷവും കൂടി അല്ലാഹു ജീവിക്കാനുള്ള അവസരം നൽകും. ജീവിച്ചാലല്ലേ അവന്റെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടാവൂ, എന്നാലല്ലേ അല്ലാഹു പാപങ്ങളെ പൊറുക്കുകയുള്ളൂ. അതുകൊണ്ട് മഹാനതന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നത് അറഫാ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ വരാനിരിക്കുന്ന ഒരു വർഷത്തേക്കുള്ള ദീർഘായുസ്സും അല്ലാഹു നൽകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫാ ദിവസത്തെ നോമ്പനുഷ്ഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറഫാ ദിവസത്തിന്റെ നോമ്പിന് ഒരുപാട് മഹത്വമുണ്ട്. എന്താണ് ആ മഹത്വത്തിന് കാരണം? ആ അറഫ എന്ന് പറയുന്ന സ്ഥലത്തിന്റെയും അറഫ എന്ന്
പറയുന്ന ആ പ്രാന്തപ്രദേശത്തിന്റെ മഹത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു